ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുകയാണ്. പനി പിടിച്ചവർ, മറ്റസുഖമായവർ, വെള്ളം കയറിയവർ, ഒരാൾക്കെങ്കിലും ഇതിന്റെ ഉപകാരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് പോകേണ്ടത്? സാധാരണ ആംബുലൻസിൽ വന്ന നമ്മുടെ സഹജീവികളുടെ ജീവൻ പോയാൽ അവർക്കാണ് നമ്മൾ റീത്ത് വെക്കാൻ പോകാറ്. ഇത് ആംബുലൻസിന് തന്നെ റീത്ത് വെക്കാൻ പോകണം എന്നുള്ളൊരു ഗതികേട് ബഹുമാനപ്പെട്ട കോഴിക്കോട് മേയറും സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പും ദയവ് ചെയ്ത് ഉണ്ടാക്കരുത്. 10-20 ലക്ഷം ഉറുപ്പിയോടെ മുടക്കിയിട്ട് ഒരു ആംബുലൻസ് ഒരു രോഗി ഇതിൽ കയറിയിട്ടില്ല. പ്രതീകാത്മകമായി ഞങ്ങൾ ഇന്ന് ഇതിന്റെ ഉള്ളിൽ കയറി റീത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത വരവ് ഇതേപോലെ ആയിരിക്കില്ല. ഈ ആംബുലൻസിനെ ഞങ്ങൾ കെട്ടിവലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും. നമസ്കാരം. ആനയെ വാങ്ങാൻ പണമുണ്ട്, തോട്ടി വാങ്ങാൻ പണമില്ല എന്ന് പറഞ്ഞ കണക്കാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ അവസ്ഥ. MLA ഫണ്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒരു ആംബുലൻസ് 6 മാസങ്ങൾക്ക് മുൻപ് വാങ്ങിയിട്ടതാണ്. അതിപ്പോൾ ചെറുവണ്ണൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കഴിഞ്ഞ 6 മാസക്കാലമായി ഇവിടെ ഈ പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിന് ചൂട്ടിൽ കിടക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു രോഗിയെ പോലും ഇതിനകത്ത് കയറ്റാനോ ആ രോഗിക്ക് വേണ്ട ശുശ്രൂഷ നൽകാനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. കഴിഞ്ഞ കുറേ മാസക്കാലമായി ഈ ആംബുലൻസ് ഇതുപോലെ വാങ്ങിക്കൊണ്ടുവന്നിട്ടതാണ്. അതിനുശേഷം ഈ ആംബുലൻസ് ഇരിക്കുന്നിടത്തുനിന്ന് അനങ്ങിയിട്ടില്ല. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ കോർപ്പറേഷൻ പറഞ്ഞത് ഡ്രൈവർ ഇല്ലാത്തത് കൊണ്ടായിരുന്നു എന്നാണ്. എന്നാൽ പിന്നീട് പെട്രോൾ അടിക്കാൻ പണമില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ആംബുലൻസ് പുറത്തിറക്കാത്തത് എന്നുള്ളൊരു വിചിത്ര വാദമാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഉന്നയിക്കുന്നത്. എന്തിനായാലും ഈ ഒരു വിഷയത്തിൽ BJP ഇപ്പോൾ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ ആംബുലൻസിന് മേൽ റീത്ത് വെക്കുന്ന തരത്തിലേക്ക് BJPയുടെ പ്രതിഷേധം ഇന്നിപ്പോൾ നടന്നിരിക്കുകയാണ്. പ്രതിഷേധം പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം 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 ബിജെപിയുടെ പ്രതിഷേധം 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 ബിജെപിയുടെ പ്രതിഷേധം 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 ബിജെപിയുടെ പ്രതിഷേധം ജയ് ജയ് ബിജെപി ജയ് ജയ് ബിജെപി ജയ് ജയ് ബിജെപി ജയ് ജയ് ബിജെപി പ്രതിഷേധം 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 ബിജെപിയുടെ പ്രതിഷേധം. നമ്മുടെ നികുതി പണമെടുത്ത് ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ ഇപ്പോൾ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുകയാണ്. പനി പിടിച്ചവർ, മറ്റസുഖമായവർ, വെള്ളം കയറിയവർ, ഒരാൾക്കെങ്കിലും ഇതിന്റെ ഉപകാരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് പോകേണ്ടത്? സാധാരണ ആംബുലൻസിൽ വന്ന നമ്മുടെ സഹജീവികളുടെ ജീവൻ പോയാൽ അവർക്കാണ് നമ്മൾ റീത്ത് വെക്കാൻ പോകാറ്. ഇത് ആംബുലൻസിന് തന്നെ റീത്ത് വെക്കാൻ പോകണം എന്നുള്ളൊരു ഗതികേട് ബഹുമാനപ്പെട്ട കോഴിക്കോട് മേയറും സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പും ദയവ് ചെയ്ത് ഉണ്ടാക്കരുത്. ആനയെ വാങ്ങിയിട്ട് തോട്ടി വാങ്ങാൻ പണമില്ലെന്ന് പറഞ്ഞതുപോലെ പെട്രോൾ അടിക്കാൻ പണമില്ലാഞ്ഞിട്ട് ഒരു ആംബുലൻസ് കിടക്കുകയാണ് ഈ കോഴിക്കോട് കോർപ്പറേഷന്റെ ഉള്ളിൽ. അപ്പൊ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ പ്രതീകാത്മകമായി ഇവിടെ വന്ന് റീത്ത് വെച്ച് ഞങ്ങൾ തിരിച്ചു പോകും. അടുത്തൊരു ദിവസം ഇവിടുത്തെ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ കയറി എന്ത് തടസ്സം ആരുണ്ടാക്കിയാലും അതിനെയൊക്കെ അതിജീവിച്ച് ഇതിനെ കയർകെട്ടി ഞങ്ങൾ വലിച്ച് പുറത്തിറക്കും. അതിലൊരു തർക്കവുമില്ല. എന്നിട്ട് അതിന്റെ പേരിൽ അങ്ങ് PDPP-യിൽ അങ്ങ് ജയിലിൽ പോണാലെങ്കിൽ പോട്ടെ. 10-20 ലക്ഷം ഉറുപ്പിയോടെ മുടക്കിയിട്ട് ഒരു ആംബുലൻസ് ഒരു രോഗി ഇതിൽ കയറിയിട്ടില്ല. ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു. പക്ഷേ നിങ്ങളുടെയും ഉള്ളിൽ ഞങ്ങൾ ഈ പറയുന്നതിന്റെ യാഥാർത്ഥ്യം ഇപ്പൊ ബോധ്യപ്പെട്ടു എന്ന് കാണാം. ഇതൊരു പഴയ ടയർ പഞ്ചറായിട്ട് കിടക്കുന്നതല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യന്ത്ര തകരാറ് പോലും കിടക്കുന്നതല്ല. പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല പോലും. ബഹുമാനപ്പെട്ട കോഴിക്കോട് കോർപ്പറേഷന്റെ മേയർ പറയാം ഡ്രൈവർ ഇല്ലെന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടനകൾക്ക് നിങ്ങൾ കൊടുത്തോ? ഒരു ദിവസം എല്ലാ പാവപ്പെട്ട രോഗികൾക്കെല്ലാം ഓടിക്കഴിഞ്ഞ 500 രൂപ നിങ്ങളുടെ കോർപ്പറേഷനോ സംസ്ഥാന ഗവൺമെന്റിനോ തരാം. പിന്നെ എന്തിനാണ് ഈ നീതികേട് കാണിക്കുന്നത്? അതുകൊണ്ട് ദയവ് ചെയ്ത് ജനങ്ങൾ പ്രതിസന്ധിയിലാകുമ്പോ, പ്രത്യേകിച്ച് ഈ ഭാഗത്ത് അമാങ്കുഴി പോലുള്ള സ്ഥലങ്ങൾ,
ശാരദാ മന്ദിരം, ചെറുവണ്ണൂര്, കുണ്ടായിത്തോട്, ഇങ്ങനെ ഒട്ടനവധി ഭാഗത്തുള്ള 10-50ഓളം നിത്യ രോഗികൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട MLA കൊടുത്തതാ. ഇപ്പൊ MLA ചോദിക്കുന്നില്ല, ആർക്കെന്താ ഇവിടെ, എല്ലാവർക്കും ഇവിടെ പണം ചെലവഴിക്കാൻ മുന്നിലുണ്ടാകും. അതെന്താകുന്നു, അതിന്റെ ഗുണഭോക്താക്കൾ ആര്, ഇതൊന്നും ചോദിക്കാൻ ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ ആളില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണയൊന്നും ആർക്കും വേണ്ട. പ്രതീകാത്മകമായി ഞങ്ങൾ ഇന്ന് ഇതിന്റെ ഉള്ളിൽ കയറി നെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത വരവ് ഇതേപോലെ ആയിരിക്കില്ല. ഈ ആംബുലൻസിനെ ഞങ്ങൾ കെട്ടിവലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും. അതില് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് രീതിയിലാണ് ഞങ്ങൾ അത് കൊണ്ടുപോകും. അതുകൊണ്ട് അധികാരികൾ കണ്ണു തുറക്കട്ടെ. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, മേയറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഇനി MLA കൂടി സംസാരിക്കും. ഇത് കഴിഞ്ഞാൽ ജനങ്ങൾ ഇതിന്റെ ഉള്ളിൽ കയറി ഈ ആംബുലൻസ് പുറത്തെത്തിക്കും. ഇത് പ്രതീകാത്മകമായ സമരമാണ്. ഈ സമാധാനപരമായ ഈ പ്രതീകാത്മക സമരം ഇന്ന് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് അടക്കം ഉടനെ അടുത്ത ദിവസം ഞങ്ങൾ പറഞ്ഞതുപോലെ ഈ പെട്രോളും ഡ്രൈവറും ഇല്ലാത്ത ആംബുലൻസിനെ കെട്ടിവലിക്കും.